രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നുണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ഭൂരിഭാഗം ജനങ്ങളും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലാണെങ്കിൽ LDFും UDFും BJPയും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണവുമായി ഏറെ മുന്നിലാണ്. ദേശീയതലത്തിൽ BJPയുടെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ തുടരുന്നു. ഇന്നലെ കോൺഗ്രസിന്റെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വന്നു. അതിനിടയിൽ എന്നാകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക, എപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക, ഇക്കാര്യങ്ങളിലൊക്കെ വലിയ ചോദ്യങ്ങൾ ദേശീയ തലത്തിൽ ഉയരുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായ അസാധാരണ പ്രതിസന്ധി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളാനുള്ള പ്രധാനപ്പെട്ട കാരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഒരാളായ അരുൺ ഗോയൽ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഫെബ്രുവരിയിൽ ഒരു കമ്മീഷണർ വിരമിച്ചതാണ്. ആ ഒഴിവ് നികത്തിയിട്ടുമില്ല. അങ്ങനെ 3 കമ്മീഷണർമാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. അതിലൊരാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അപ്പോൾ അവശേഷിക്കുന്ന 2 കമ്മീഷണർമാരും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ഏതായാലും ആ ഒരു പ്രതിസന്ധി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളാൻ കാരണം. നാളെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കുന്നതിനുള്ള യോഗം ദില്ലിയിൽ നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ പുതിയ 2 കമ്മീഷണർമാരെ തീരുമാനിക്കും. കമ്മീഷണർമാരുടെ പേരുകൾ അംഗീകരിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച പുതിയ 2 കമ്മീഷണർമാർ ഇവിടെ ചുമതലയേൽക്കും. അതിനുശേഷം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കും ലോക്സഭ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു പ്രതിസന്ധിയും ഇല്ല എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. 1 വർഷം മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഫെബ്രുവരി പകുതിയോടെ ഈ ഷെഡ്യൂളിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം ആവുകയും ചെയ്തതാണ്. അവസാനവട്ട ചർച്ചകളും ഇക്കാര്യത്തിൽ പൂർത്തിയായിട്ടുണ്ട്. റെയിൽവേ, പ്രതിരോധം, ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ, മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ അന്തിമഘട്ട ചർച്ചകളും പൂർത്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴുള്ള ഒരു സാങ്കേതിക പ്രശ്നം എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 കമ്മീഷണർമാരുടെ ഒഴിവ് തന്നെയാണ്. ഏതായാലും അത് നികത്തിയ ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചന. അങ്ങനെയെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പ്രഖ്യാപനം ഉണ്ടാകും. 2019 മാർച്ച് 10 ഞായറാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത്. അതുകൊണ്ട് അതേ രീതിയിൽ 2024ലെയും തെരഞ്ഞെടുപ്പ് ഒരു ഞായറാഴ്ചയായിരിക്കുമോ പ്രഖ്യാപിക്കുക എന്നറിയാൻ കാത്തിരിക്കാം. ഏതായാലും ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. 2019 ഏപ്രിൽ 11 തുടങ്ങി മെയ് 19 അവസാനിക്കുന്ന തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചത്. ഈ 2024ലും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ വരിക എന്നാണ് ലഭിക്കുന്ന സൂചന.